നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ വരുന്നു. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട്. ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത. കാട്ടാനപ്പേടിയിൽ കല്ലടിക്കോട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വനപാലക സംഘമെത്തി കാടുകയറ്റി. വീടുകൾക്ക് മുന്നിൽ വരെ കാട്ടാന എത്തിയെന്ന് നാട്ടുകാർ. വനപാലകർ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. പെരിന്തൽമണ്ണ പൊന്നിയാകുറിശ്ശിയിലെ യുവാവിന്റെ മരണം. അറസ്റ്റിലായ സുഹൃത്തുക്കൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ്. കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് സമർത്ഥമായ അന്വേഷണം. കുറ്റപ്പാലത്ത് അമൃത് പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ ജൂൺ 1 മുമ്പായി പൂർണ്ണസ്ഥിതിയിലാക്കും. തീരുമാനം നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ. അല്ലാത്തപക്ഷം നഗരസഭ പണം നൽകില്ല. പട്ടാമ്പി, തൃത്താല, കൂടല്ലൂരിൽ CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും ഉൾപ്പെടുന്ന 40 കുടുംബങ്ങൾ പാർട്ടി വിട്ട് CPI-യിലേക്ക്. ലോക്കൽ കമ്മിറ്റിയുടെ സങ്കുചിത താൽപര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ചൂടുമാറി മഴ വരുന്നു. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. സംസ്ഥാനത്ത് മഴ വരുന്നു. മഴ. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമാകാൻ സാധ്യതയുള്ളതിനാൽ വരുന്ന 18 മുതൽ 22 വരെ കേരളത്തിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ചില മേഖലകൾ കേന്ദ്രീകരിച്ച് അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യവും പറയുന്നുണ്ട്. നിലവിൽ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും മഴയുണ്ടാകും. ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മാത്രം കടലിൽ ഇറങ്ങണമെന്നും അറിയിപ്പിൽ പറയുന്നു. കല്ലടിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വനപാലക സംഘം സ്ഥലത്തെത്തി ആനയെ കാടുകയറ്റി. ഇതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. കല്ലടിക്കോട് 3 ഏക്കർ തുടിക്കോട് കോളനി ഭാഗത്താണ് ഒറ്റയാൻ ഇറങ്ങിയത്. കോളനിയിലെ വീടുകൾക്ക് മുന്നിൽ വരെ കാട്ടാന എത്തിയത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തി. വനം വകുപ്പെത്തി ആനയെ കാടുകയറ്റി. രാത്രിയോടെ വീണ്ടും കാട്ടാന ഇറങ്ങുമോ എന്ന ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനവാസ പ്രദേശങ്ങളിലേക്ക് കാട്ടാന എത്തുന്ന സാഹചര്യമുണ്ട്. വ്യാപക കൃഷിനാശമാണ് ഇവ ഉണ്ടാക്കുന്നത്. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പെരിന്തൽമണ്ണ പൊന്നിയാകുറിശ്ശിയിലെ ഷെഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. ഈ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങാടിപ്പുറം സ്വദേശിയും പൊന്നിയാകുറിശ്ശിയിൽ താമസിച്ചിരുന്നതുമായ ചെരപ്പറമ്പിൽ മുഹമ്മദ് ബിൻഷാദാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ബിൻഷാദ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികമായുണ്ടായ ഗുരുതര പരിക്കുകളാണ് മരണത്തിന് കാരണമെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ബിൻഷാദിന്റെ സുഹൃത്തുക്കളും പൊന്നിയാകുറിശ്ശി സ്വദേശികളുമായ മുള്ളൻമടക്കിൽ ഹാരിസ്, മടത്തൊടി നജീബുദ്ദീൻ എന്നിവരാണ് പ്രതികൾ. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിൽ 2 പേരെയും അറസ്റ്റ് ചെയ്തു. മെയ് 3 പ്രതികളുടെ പരിചയക്കാരനെ ബിൻഷാദ് ആക്രമിച്ചതിലുള്ള വിരോധത്താൽ രാത്രി പൊന്നിയാകുറിശ്ശിയിലെ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച് 1-ാം പ്രതി ബിൻഷാദിനെ ആക്രമിച്ചു. തുടർന്ന് 2-ാം പ്രതി നജീബുദ്ദീനെ വിളിച്ചു വരുത്തി 2 പേരും ചേർന്ന് നജീബുദ്ദീനെ കാറിൽ കയറ്റി പെരിന്തൽമണ്ണയിലെ ബാറിൽ പോയി മൂവരും മദ്യപിച്ചു. ശേഷം KSRTC ഡിപ്പോയ്ക്ക് സമീപം ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. അവിടെ നിന്നും പൊന്നിയാകുറിശ്ശി ദുബായ്പടി വരെയുള്ള യാത്രക്കിടയിലും മർദ്ദിച്ചു. ദുബായ്പടിയിൽ ഇറക്കിവിട്ടതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് സമീപത്തെ ഗ്രൗണ്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ബിൻഷാദിനെ കാറിലെടുത്തു കയറ്റി ഇയാൾ താമസിച്ചിരുന്ന പൊന്നിയാകുറിശ്ശിയിലെ ഷെഡിൽ കിടത്തി.
പിറ്റേന്ന് രാവിലെ ബിൻഷാദ് എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ട് കുഴഞ്ഞു വീണ് കിടക്കുന്നതായി കണ്ടെത്തുന്ന വ്യാജേനെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയുമായിരുന്നുവെന്നുമാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് അമൃത് പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ വേണ്ടി പൊളിച്ച റോഡുകൾ ജൂൺ 1 മുമ്പായി പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. അമൃത് പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ റോഡുകൾ പൊളിച്ചിട്ട ശേഷം പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് കൗൺസിലർമാർ ഒന്നാകെ ഉന്നയിച്ചത്. പദ്ധതി ഏറ്റെടുത്ത കരാറുകാരൻ റോഡുകൾ കീറിമുറിച്ച് പൈപ്പിട്ട് മണ്ണിട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് വാഹനങ്ങൾ പോകുന്നതിനും കാൽനടക്കാർക്കും വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഒറ്റപ്പാലം നഗരസഭയിലെ നിരവധി റോഡുകളാണ് ഇങ്ങനെ പൈപ്പിട്ട് മൂടിപ്പോയിരിക്കുന്നതെന്നും കൗൺസിലർമാർ പറഞ്ഞു. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ്? കൗൺസിലർമാർക്ക് ഉത്തരങ്ങളില്ല. ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരം പറയണം. എന്നാണ് ഈ പൊളിച്ച് നിങ്ങൾ മാറ്റുന്ന കാര്യം? കുടിവെള്ളത്തിനാണ്, ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, കുറ്റപ്പെടുത്തി പറയുന്നതല്ല. പക്ഷെ കുറ്റം ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ എത്ര സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ റോഡുകൾ പൂർവ്വ സ്ഥിതിയിലാക്കി തരാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ മീറ്റിംഗിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. കരാറുകാരനോട് ജനപ്രതിനിധികളും ജനങ്ങളും നിരവധി തവണ പറഞ്ഞിട്ടും കേൾക്കാത്തതിനെ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വാട്ടർ അതോറിറ്റി അധികൃതരെയും കരാറുകാരെയും വിളിച്ചു വരുത്തിയത്. കരാർ ഏറ്റെടുത്ത കരാറുകാരൻ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കണം. പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ മഴക്കാലത്തിനും സ്കൂൾ തുറക്കുന്നതിനു മുൻപ് ടാറിംഗ് നടത്തിയിട്ടോ കോൺക്രീറ്റ് ചെയ്തോ പൂർവ്വസ്ഥിതിയിലാക്കണം. അല്ലാത്ത പക്ഷം നഗരസഭ പണം നൽകേണ്ടതില്ലെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. അതേപോലെ തന്നെ തുടങ്ങിയ പണി ഒപ്പം തന്നെ ഒരാൾ ചാലിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരാൾ ലൈൻ ഇടും, പിന്നെ കണക്ഷൻ കൊടുക്കാൻ അവിടെ അത് ചെയ്യാതെ പൈപ്പ് റോഡ് കീറുകയും ഒപ്പം ലൈൻ ഇടുകയും കണക്ഷൻ കൊടുക്കുക എല്ലാ പ്രവൃത്തി ഒപ്പം ചെയ്യും. അതേപോലെ തന്നെയാണ് എല്ലാ മാസവും, നമുക്ക് മെയ് മാസം ജൂൺ മാസമാണ്, എല്ലാ മാസവും നമുക്ക് ഇതിൻ്റെ ഒരു മോണിറ്ററി കൗൺസിലർമാരടക്കം കൗൺസിലർമാർ മോണിറ്ററിംഗ് നമുക്ക് ഇല്ല എങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൗൺസിലർമാരും ഈ പറഞ്ഞ കരാറുകാരും ഇവിടെ ഇപ്പോൾ നമ്മുടെ വാട്ടർ ആളുകളെ എല്ലാ മാസവും അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു. പൈപ്പിടാൻ വേണ്ടി പൊളിച്ച റോഡുകളിൽ വല്ല അപകടം വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ഏറ്റെടുത്ത കരാറുകാരനായിരിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. അമൃത് പദ്ധതി പ്രകാരം 10.48 കോടി രൂപ ചെലവിട്ടാണ് പ്രവൃത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ കെ അബ്ദുൽ നാസർ, ടി ലത, ഫൗസിയ ഹനീഫ, പി മായ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടി നാസർ, നഗരസഭാ മുനിസിപ്പൽ എഞ്ചിനീയർ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. നിരോധിത ലഹരി മരുന്നുമായി യുവാവ് അറസ്റ്റിൽ. മണ്ണാർക്കാട് പള്ളിക്കുന്ന് നാലകത്ത് മുഹമ്മദ് സലീമിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പാടം കണ്ടമംഗലത്ത് നിന്നാണ് മുഹമ്മദ് സലീമിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 1 ഗ്രാമോളം മെത്താഫിറ്റമിൻ പിടിച്ചെടുത്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. തൃത്താല കൂടല്ലൂരിലെ CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന 40 കുടുംബങ്ങൾ CPM വിട്ട് CPIക്കൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPM കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ സങ്കുചിത താൽപ്പര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും ഇവർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലമക്കാവിലെയും കൂടല്ലൂരിലെയും CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന 40ഓളം കുടുംബങ്ങൾ CPM വിട്ട് CPIയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് CPM വിട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക്കൽ കമ്മിറ്റിയും അതിനോട് നേതൃത്വം കൊടുക്കുന്ന ചില സാങ്കേതിക മനസ്സുള്ള നേതാക്കളും കഴിഞ്ഞ 2 വർഷക്കാലമായി േറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലമക്കാവിലെയും കൂടല്ലൂരിലെയും ഉൾപ്പെടുന്ന CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന കുടുംബങ്ങൾ ഉൾപ്പെടുന്നവർ CPIയും വിട്ട് CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം CPIനെ ദുർബലപ്പെടുത്താൻ വ്യക്തികേന്ദ്രിതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും
സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. CPM കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് LC അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും വിവാഹിതയുടെ പ്രവർത്തനം നടത്തി മാത്രം ജീവിക്കുന്ന അടുത്ത കാലത്ത് മാത്രം CPMലേക്ക് കടന്നു വരാൻ ഉൾപ്പെടെയുള്ള ദുർബലരായ മാത്രം അകറ്റി നിർത്തി കമ്മിറ്റിയിലേക്ക് CPMലേക്ക് കടന്നു വരികയും ഉൾപ്പെടുകയും ഉണ്ടായി. ദുർബലരായവരെ മാത്രം കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തത് നിലവിലുള്ളവരെ മാറ്റി നിർത്താനും ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത ഇത്തരം LC നേതാക്കൾ ആഗ്രഹിക്കുന്നതാണ്. കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുമായി ചേർന്ന് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും എതിരാളികളുമായി പരസ്യബന്ധം സ്ഥാപിക്കുകയും ഒരു മടിയും കാണിക്കാത്ത കൂടല്ലൂർ LCയെയും CPM ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കൾ ഈ രാജ്യത്തിന് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. CPMനെ ദുർബലപ്പെടുത്താൻ വ്യക്തികേന്ദ്രീകൃതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താൽപ്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പെന്നും ഇതിൽ LC അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തിയെന്നും വിഭാഗീയ പ്രവർത്തനത്തിലൂടെ അടുത്ത കാലത്ത് CPMലേക്ക് കടന്നുവന്നവരെ ഉൾപ്പെടെ ദുർബലരായവരെ മാത്രം കമ്മിറ്റിയിലെടുത്തെന്നും ഇതിലൂടെ നിലവിലുള്ളവരെ മാറ്റി നിർത്താനാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നതെന്നും പാർട്ടി വിട്ട നേതാക്കൾ ആരോപിച്ചു. സുരാമലമക്കാവ്, VK മണികണ്ഠൻ, OV ഭാസ്കരൻ, KP ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തു നിന്ന് കൈകാര്യം ചെയ്യണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം പറഞ്ഞു. മലപ്പുറത്ത് നടന്ന വിവരാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തു നിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം പറഞ്ഞു. വിവരാവകാശ അപേക്ഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ വിവരാവകാശ നിയമത്തിൽ പറയുന്ന ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കാൻ കമ്മീഷണർ നിർദ്ദേശിച്ചു. വിവരാവകാശ അപേക്ഷകളിന്മേൽ വിവരാവകാശ നിയമപ്രകാരമല്ലാത്ത അധിക തുക അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ശിക്ഷാർഹമാണ്. അപേക്ഷകന് വിവരം നൽകുന്നതിനു പകരം എങ്ങനെ നൽകാതിരിക്കാം എന്നതിലാണ് പല ഉദ്യോഗസ്ഥരുടെയും ഗവേഷണം. വിവരാവകാശ നിയമത്തെ അതിൻ്റെ ഉന്നതവും ഉജ്ജ്വലവുമായ താൽപ്പര്യവും മാനവും സംരക്ഷിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വിവരാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വിവരാവകാശ കമ്മീഷണർ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരോടുള്ള വ്യക്തിവിരോധം തീർക്കാനും ശത്രു സംഹാരത്തിനുമുള്ള മാർഗമായി വിവരാവകാശ നിയമത്തെ കാണരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 10 പരാതികളാണ് തെളിവെടുപ്പിൽ പരിഗണിച്ചത്. ഇതിൽ 9 പരാതികളും തീർപ്പാക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. മഴവെള്ളം വീട്ടുകാർക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ ഒഴുക്കിവിട്ടതിന് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന് നഗരസഭയുടെ നോട്ടീസ്. കോളേജ് കോമ്പൗണ്ടിലെ മഴവെള്ളം താഴ്ഭാഗത്തെ വീടുകൾക്ക് ശല്യമാകുന്ന വിധത്തിൽ ഒഴുക്കുന്നുവെന്ന വീട്ടുകാരുടെ പരാതിയിൽ സെക്രട്ടറി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് നോട്ടീസ് നൽകിയത്. പെരുമ്പിടാരി ഗോവിന്ദപുരത്തെ യൂണിവേഴ്സൽ കോളേജിന് താഴ്ഭാഗത്തുള്ള വീട്ടുകാർക്കാണ് മഴവെള്ളം ശല്യമാകുന്നത്. കോളേജിന്റെ കോമ്പൗണ്ടിലെ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ഇവരുടെ വീടുകളിലേക്കാണ്. 20 അടിയോളം മുകളിൽ നിന്നുള്ള വെള്ളമാണ് താഴേക്കൊഴുകുന്നത്. മഴ പെയ്ത് നിമിഷങ്ങൾക്കകം വെള്ളം മുറ്റത്തെത്തും. മഴ നീണ്ടാൽ വീടുകളിലേക്കും വെള്ളം കയറും. സാനിറ്ററി പാഡ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും വെള്ളത്തിലൂടെ ഒഴുകിയെത്തും. ഈ വെള്ളം കിണറിലേക്കിറങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. രാവിലെ ജോലിക്ക് പോയ സ്ത്രീകൾ വൈകിട്ട് തിരിച്ചെത്തി ദൂരെയുള്ള വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. മണ്ണാർക്കാട് പഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് വീട് വെച്ചവരാണ് ദുരിതം അനുഭവിക്കുന്നത്. 10 വർഷമായി താമസം തുടങ്ങിയിട്ട് എല്ലാ വർഷവും അധികൃതർക്ക് പരാതി നൽകാറുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് വീട്ടമ്മമാർ പറഞ്ഞു. കോളേജ് കോമ്പൗണ്ടിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാൽ വീട്ടിലേക്കുള്ള വഴിയും ചെളിക്കുളമാകുമെന്നും വീട്ടമ്മമാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സ്കൂൾ ഇവിടുന്ന് 10 വർഷമായിട്ട് ഞങ്ങൾ പരാതി പറയണതാണ് അവരോട്. അതിന് യാതൊരു തീരുമാനം നടപടിയൊന്നുമില്ല. അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തു, മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. 1 വർഷമായി. എന്നിട്ടും ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് നമ്മളെ കിണറും പിന്നെ ഈ ചെളിയും ഒക്കെ കൂടെ നിന്ന് അടയണം. കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ യാതൊരു നിർവാഹമല്ല. നമ്മൾ ഈ പണി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലെ പണി കഴിഞ്ഞ് വരുന്നത് 5 മണിയാകുമ്പോൾ. അപ്പോൾ വെള്ളം മേലെ പോയിട്ട് എടുക്കണം. അതാണ് ആകെ ഒരു ബുദ്ധിമുട്ട്. കലക്കവെള്ളം അങ്ങനെ ഒന്നിന് കുളിക്കാനും കൂടി പറ്റില്ല. പാഡ് ഇതിലെ ഒഴുകി വന്ന് നമ്മളെ മുറ്റത്ത് അവിടെ നിൽക്കും. അത് 1 2 ഒന്നുമില്ല. അവിടുന്ന് ഉള്ള പാഡ് മൊത്തം ഇങ്ങോട്ട് ഒഴുക്കി ഇത് കൂടെ മൊത്തം അവിടെ വരും. അത് ആ വെള്ളമാണ് കിണറിലേക്ക്
ഇറങ്ങണത്. നമ്മൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം വീതനയിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളെ എടുത്ത് കുടിക്കുന്നില്ല. പൈപ്പ് തുറക്കണ അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കോരുന്നു കുടിക്കണു. നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരുന്ന അവരോട് പറഞ്ഞിട്ടും ഒന്നിനൊരു എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മതി. ഞങ്ങൾക്ക് ഈ 4 വീടിനെ ഉണ്ടായി കിട്ടണം. കുടിക്കാനും വെള്ളവും നടക്കാനൊരു വഴി. കുട്ടികൾ നടന്ന് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേന് മുട്ടിനൊപ്പം ചളിയിലിങ്ങനെ ഇതായിട്ട് ആകെ ഒരു വഴിയുള്ളൂ. പ്രദേശവാസികളുടെ പരാതി പരിശോധിച്ചതിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയതായും പരിഹാര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും സെക്രട്ടറി അറിയിച്ചു. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ 4ാം സംസ്ഥാന സമ്മേളനം മെയ് 18 പട്ടാമ്പിയിൽ നടക്കും. 14 ജില്ലകളിൽ നിന്നുമായി 70ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ 4ാമത് സംസ്ഥാന സമ്മേളനമാണ് മെയ് 18 മേലെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മൂസിൻ MLA മുഖ്യാതിഥിയായിരിക്കും. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി എന്നിവരും പങ്കെടുക്കും. 14 ജില്ലകളിൽ നിന്നുമായി 70ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സംഘടനാ ചർച്ച, തിരഞ്ഞെടുപ്പ് എന്നിവയും നടക്കുമെന്ന് സംഘാടക സമിതി സംസ്ഥാന സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, സുലേഖ പറക്കാട്, PK ഷാജി ആമിയൂർ, C സിദ്ദീഖ് ആമിയൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ജന്മനാലും അപകടം മൂലം വീടിനകത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന തലത്തിലുള്ളൊരു കൂട്ടായ്മയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഇത്തരം ആൾക്കാരുടെ വീൽചെയറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി 2016 രൂപം കൊണ്ട സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഈ സംഘടനയുടെ 4ാമത് സംസ്ഥാന സമ്മേളനമാണ് പട്ടാമ്പിയിൽ വെച്ചിട്ട് നാളെ നടക്കുന്നത്. 14 ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ ആണ് ഈ മീറ്റ് നടത്തുന്നത്. ഈ മീറ്റിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സംഘടനയുടെ പുരോഗതിയെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. അതിലൂടെ പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആണ് സമ്മേളനം അവസാനിപ്പിക്കുന്നത്. 2016 മുതലാണ് സംഘടന നിലവിൽ വന്നതെന്നും ജന്മനാലും രോഗങ്ങളാലും അപകടങ്ങളാലും സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ മൂലം ശാരീരിക ശേഷിക്കുറവ് സംഭവിച്ച് വീൽചെയറുകളിലും കട്ടിലുകളിലുമായി ജീവിതം തളയ്ക്കപ്പെട്ട 10,000 കണക്കിന് ആളുകളുടെ ഉന്നമനമാണ് സംഘടന ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, ഒരുപാട് കൊട്ടിഘോഷിച്ചിട്ട് വന്നൊരു സംഭവമാണ്. അതിൽ പോലും ഒന്നും കയറാനോ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും ഇറങ്ങാനോ ഒന്നിനുള്ള സൗകര്യം അതിൽ പോലും ഇല്ല എന്നുള്ളതാണ്. നിഷേധ സൗഹൃദമാണെന്ന് കേരളം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. പ്രകാരം ഇതൊക്കെ എന്നോ നിയമത്തിലുണ്ടെങ്കിൽ കൂടി അത് പ്രായോഗികമല്ല. ഇപ്പോഴും അതിനു വേണ്ടിയിട്ട് പോരാടുന്ന ഒരവസ്ഥയിൽ. ചെർപ്പുളശ്ശേരി വള്ളുവനാട് സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് SCP R മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വള്ളുവനാട് സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിലാണ് സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ശബരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി തൃശൂർ ക്രൈംബ്രാഞ്ച് SCP R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റിലെ ചതിക്കുഴികളെക്കുറിച്ച് സമൂഹം ജാഗരൂകരായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ വളരെ വിസ്തൃതമായിട്ടുള്ള ചതിക്കുഴികളും അപകടങ്ങളും അതേപോലെ മറ്റ് നിരവധി ചൂഷണങ്ങൾ അടങ്ങിയ ഒരു മേഖലമാണ് അതിവിശാലമായിട്ടുള്ള ഇൻ്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട വളരെ ഭയാനകമായിട്ടുള്ള മേഖലകൾ. ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിരവധി ഗുണങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അതിൽ എത്രയോ ഇരട്ടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ. നമുക്ക് അതിന് പ്രായവ്യത്യാസമില്ല. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വലിയ ആളുകൾ ഇതിൽ ചീറ്റിങ്ങിനും അതുമായി ഇൻ്റർനെറ്റ് അബ്യൂസിനും ഒക്കെ വിധേയമായി കൊണ്ടിരിക്കുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടുവരും. ഇത് ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുന്നതെന്ന് കരുതുമ്പോഴാണ് ഇതിൻ്റെ ഒരു ദയനീയ മുഖം നമുക്ക് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കുന്നത്. ചെറുപ്പുളശ്ശേരി സ്റ്റേഷൻ CPO E വിനോദ് കുമാർ സൈബർ തട്ടിപ്പ് വരുന്ന വഴികൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു.
5 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ടൊക്കെയാണ് അൺനോണായ ഒരു വ്യക്തിക്ക് 40 ലക്ഷം രൂപ തരുമെന്നും പറഞ്ഞ് വിശ്വസിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് മിനിമം നമുക്കെങ്കിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ക്ലാസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ ഉള്ളിലൊരു ധാരണ ഉണ്ട്, നമ്മളെല്ലാവരും മൊബൈൽ ഫോണിന് അഡിക്റ്റാണ്. അത് വാക്ക് തന്നെ ശരിയല്ല. കാരണം 30 വർഷത്തിലേറെ ഷുഗറുള്ള ആളുകൾ ചിലപ്പോൾ രീതിയിലുണ്ടാവും, 10 വർഷത്തിലേറെയായി മദ്യപിക്കുന്ന ആളുകൾ നമ്മുടെ രീതിയിലുണ്ടാവും. മദ്യപാനം 10 വർഷത്തിലേറെ കൊണ്ട് നടന്നിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ അവനവൻ്റെ പേഴ്സണൽ ടൈമിൽ മാത്രം നിലനിർത്തുന്ന രീതിയിൽ സമൂഹത്തിന് വീടിനൊരു ബുദ്ധിമുട്ടില്ലാതെ മദ്യപിക്കുന്ന ആളാണെന്ന് പോലും അറിയാതെ 10 വർഷമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ. ചടങ്ങിൽ പൊതുപ്രവർത്തന രംഗത്ത് 5 പതിറ്റാണ്ട് പൂർത്തീകരിച്ച കെ ബാലകൃഷ്ണൻ മാസ്റ്ററെയും ഹ്യൂമാനിറ്റിയിൽ ഡോക്ടറേറ്റ് നേടിയ ബച്ചു എന്ന മൊയ്തീൻകുട്ടിയെയും ആദരിച്ചു. ചടങ്ങിൽ സൗഹൃദവേദി പ്രസിഡന്റ് ടി കെ രത്നാകരൻ അധ്യക്ഷനായി. സെക്രട്ടറി ടി സത്യനാരായണൻ, അഡ്വക്കേറ്റ് പി ജയൻ, കെ ബാലകൃഷ്ണൻ, ഡോക്ടർ ബച്ചു മൊയ്തീൻ, ടി പി ഹരിദാസൻ, പി എം വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് ചിരട്ടക്കുളം സ്വദേശി പാറോക്കോട്ട് കുഞ്ഞമ്മു നൽകിയ മത്സ്യകൃഷി വിളവെടുപ്പിലൂടെ ലഭിച്ചത് 1.25 ലക്ഷം രൂപ. തുക കുഞ്ഞമ്മു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് കൈമാറി. 1500 കിലോ മത്സ്യം വിൽപ്പന നടത്തിയിരുന്നു. കുഞ്ഞമ്മുവിൻ്റെ ചിരട്ടക്കുളത്തുള്ള ചീറാല കോറിയിൽ ഇറക്കിയ മത്സ്യകൃഷിയാണ് മുഴുവനായി എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് നൽകിയത്. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലായി നടന്ന വിളവെടുപ്പിൽ 1500 കിലോ മത്സ്യം ലഭിച്ചിരുന്നു. അന്നേ ദിവസങ്ങളിൽ സ്ഥലത്ത് നേരിട്ടെത്തിയ ആളുകൾക്കും മാർക്കറ്റുകളിലുമായി മത്സ്യം വിൽപ്പന നടത്തി. 1,71,967 രൂപയാണ് കുഞ്ഞമ്മുവിൻ്റെ ഈ മാതൃകാ പ്രവർത്തനം വഴി പാലിയേറ്റീവ് സൊസൈറ്റിയിലേക്ക് സമാഹരിക്കാനായത്. വട്ടമണ്ണപ്പുറം സ്റ്റാർലിംഗ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾക്ക് തുക കുഞ്ഞമ്മു കൈമാറി. ഈസ ഹാജി പാറക്കോട്ട്, അബ്ദുസലാം ഹാജി പാറക്കോട്ട്, ഉമ്മർ ഹാജി, ഉമ്മർപ്പ പാറക്കോട്ട്, മമ്മി ഹാജി പാറക്കോട്ട്, കുഞ്ഞമ്മു, മലബാർ കുഞ്ഞാൻ, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ എ പി മാനു, മുഫീന യേനു, പൂതാനി നസീർ ബാബു, നാസർ കാപ്പുങ്ങൽ, ഉമ്മർ കുറുക്കൻ, പാലിയേറ്റീവ് ഭാരവാഹികളായ പി ജസീർ, റഹീസ് എടത്തനാട്ടുകര, മുഹമ്മദ് സക്കീർ, റഷീദ് ചതുരാല, സിദ്ദീഖ്, അലി മഠത്തൊടി, ബഷീർ ചാലിയൻ, സി വീരാൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. അലനല്ലൂർ, കോട്ടോപ്പാടം പഞ്ചായത്തുകൾ പരിധിയാക്കി പ്രവർത്തിക്കുന്ന സൊസൈറ്റി നിലവിൽ 450ഓളം രോഗികൾക്ക് വീടുകളിലെത്തി പരിചരണം നൽകുന്നുണ്ട്. രോഗി പരിചരണം കൂടാതെ മരുന്ന്, ഭക്ഷണം, വിദ്യാഭ്യാസ സഹായങ്ങൾ എന്നിവ ഇവർ അർഹരായവരിലേക്ക് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പ്രതിമാസം 3 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വരാറ്. നാൽപ്പത്തിനാലാം ജന്മദിനത്തിൽ 44 കിലോമീറ്റർ ഓടാനൊരുങ്ങി NCP മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും പ്രാധാന്യം പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓടുന്നതെന്ന് സദക്കത്തുള്ള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം ആരോഗ്യത്തിനാണെന്ന തിരിച്ചറിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടിയും ഈ ഓട്ടത്തിനുണ്ടെന്ന് സദക്കത്തുള്ള പറഞ്ഞു. ജന്മദിനമായ മെയ് 20 പുലർച്ചെ 4 മണിക്ക് പാലക്കാട് കോട്ട മൈതാനത്തു നിന്നും മണ്ണാർക്കാട്ടേക്കാണ് ഓടുന്നത്. എല്ലാ ദിവസവും 10 മുതൽ 15 കിലോമീറ്റർ ഓടാറുണ്ട്. ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. പിന്തുണയുമായി മണ്ണാർക്കാട് റണ്ണേഴ്സ് ക്ലബ്ബും സുഹൃത്തുക്കളും ഒപ്പമുണ്ട്. ഈ വരുന്ന മെയ് 20 എൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്. ഈ പിറന്നാളിന് എൻ്റെ മുന്നിൽ എൻ്റെ മനസ്സിലൊരാശയം വന്നിരിക്കുകയാണ്. ആശയം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം, വ്യായാമത്തിൻ്റെ പ്രാധാന്യം. വയസ്സായിട്ട് നമ്മളിരിക്കുമ്പോൾ ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വയസ്സാവുമ്പോഴും നമുക്ക് ചെയ്യാം വ്യായാമത്തിലൂടെ എന്നുള്ള ഒരാശയം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ 20-ാം തീയതി ഞാനൊരു 44 കിലോമീറ്റർ ഓടാൻ തീരുമാനിച്ചിരിക്കുകയാണ്, പാലക്കാട് നിന്ന് മണ്ണാർക്കാട് വരെ. അത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനൊരു 10-15 കിലോമീറ്ററൊക്കെ സാധാരണ ഓടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ പരിപാടിക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തിരിച്ചെത്തുന്ന സദക്കത്തുള്ളയെ മണ്ണാർക്കാട് റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. സദക്കത്തുള്ള പടലത്ത് ഇബ്രാഹിം ബാദുഷാ, കെ ഹുസൈൻ, സേവ് മണ്ണാർക്കാട് റണ്ണേഴ്സ് ക്ലബ്ബ് അംഗങ്ങളായ അസ്ലം അച്ചു, NT നാസർ, ജലീൽ പൊതിയിൽ, മണ്ണാർക്കാട് സൈക്കിൾ ക്ലബ്ബ് അംഗം അബ്ദു ഒമർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മദ്രസകളും ഹൈടെക് സ്മാർട്ട് ക്ലാസ് മുറികളാകും. പെരിന്തൽമണ്ണ റേഞ്ചിൽ ആദ്യമായി പാതാക്കര കുട്ടിപ്പാറ പാപ്പാന്റെ മദ്രസയിലാണ് സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമാക്കിയത്. പണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മതവിദ്യാഭ്യാസം ആധുനിക സംവിധാനത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മദ്രസകളിൽ സമസ്ത പ്രഖ്യാപിച്ച സ്മാർട്ട് ക്ലാസുകൾ സജ്ജമാക്കി തുടങ്ങി.
പെരിന്തൽമണ്ണ റേഞ്ചിൽ ആദ്യമായി പാതായിക്കര കുട്ടിപ്പാറയിലെ പാപ്പാന്റെ മദ്രസയിലാണ് സ്മാർട്ട് ക്ലാസ് റൂം സംവിധാനിച്ചത്. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് മഹദിന്റെ എല്ലാ മദ്രസയിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ മദ്രസയിലേക്ക് ആകർഷിക്കാനും ഒഴിഞ്ഞുപോക്ക് തടയാനും പഠനനിലവാരം മെച്ചപ്പെടുത്താനൊക്കെ തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് നമുക്കറിയാം. സ്കൂളുകളൊക്കെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് മദ്രസ ആ രംഗത്തേക്ക് ഉയർന്നു വരേണ്ടത് വളരെ അനിവാര്യം കൂടിയാണ്. അതാണ് ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് മാട്ടുമ്മത്തോടി ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ദീർഘകാലം മദ്രസയിൽ സേവനം ചെയ്തു വിരമിച്ച അംസ മുസ്ലിയാർ, ദീർഘകാലം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സെയ്ദലവി ഫൈസി, മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാതായിക്കര മഹൽ കമ്മിറ്റി പ്രസിഡന്റ് PK മുഹമ്മദ് കോയ തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി OP മുജീബ്, മഹൽ കമ്മിറ്റി അംഗങ്ങളായ കൊളക്കട കുഞ്ഞുട്ടി ഹാജി, പച്ചേരി ഫാറൂഖ്, ആലിങ്ങൽ അബു ഹാജി, ആറങ്ങോട്ടിൽ ബാപ്പുട്ടി ഹാജി, മദർസ സദർ ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി, കമ്മിറ്റി ട്രഷറർ അബ്ദുറഹ്മാൻ ബാദാരി എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ഹബീബ് മണ്ണേങ്ങൽ, സക്കീർ അടച്ചിക്കോട്ടിൽ, അയ്യൂബ് വെളുത്തേങ്ങാടൻ, കീഴ്ശ്ശേരി നാസർ, നവാസ് മാടശ്ശേരി, മുസാഫിർ എന്നിവർ നേതൃത്വം നൽകി. കാർട്ടൂൺ കഥാപാത്രങ്ങളെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റുന്ന 9ാം ക്ലാസ്സുകാരൻ. നാട്ടുകൽ അണ്ണാൻതൊടി സ്വദേശി റസൽ വരച്ച ചിത്രം ഒറ്റനോട്ടത്തിൽ കണ്ടാൽ അതിന് ജീവനില്ലെന്ന് ആരും പറയില്ല. കാർട്ടൂൺ കഥാപാത്രങ്ങളായാലും വളർത്തുമൃഗങ്ങളായാലും റസൽ വരച്ച ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പേപ്പറിലാണെന്ന് പോലും ഓർക്കാതെ അതിന് ജീവനുണ്ടെന്ന് കാണുന്നവർക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും തോന്നിപ്പോകും. ഐവറി ഷീറ്റിൽ കളർ പെൻസിൽ മാത്രം ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. അറബിക് കാലിഗ്രാഫിയും റസൽ നന്നായി ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് റസൽ തൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. കൊറോണ കാലത്താണ് ഇത് തുടങ്ങിയത്. പിന്നെ ഇത് റിയലിസ്റ്റിക് കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. ഇത് മാർക്കോ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കാലിഗ്രാഫിയും ചെയ്തിരുന്നു. ഇവിടെ പാലക്കാട് മുഖ്യമന്ത്രിൻ്റെ ഇതിന് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ റിയലിസ്റ്റിക്കായിട്ട് വരക്കണ കളർ പെൻസിലും കൊണ്ടുള്ളതാണ് ഇതൊക്കെ. ഇപ്പോൾ സ്കൂൾ തല മത്സരങ്ങളിൽ പങ്കെടുത്ത് ധാരാളം സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. പിതാവ് അഷ്റഫും മാതാവ് റഹിയാനത്തും സഹോദരി സിയയും നൽകുന്ന പിന്തുണ ഈ കുഞ്ഞു കലാകാരന് എപ്പോഴുമുണ്ട്. 100ഓളം ചിത്രങ്ങളിപ്പോൾ വരച്ചിട്ടുണ്ട്. പുതിയ ചിത്രങ്ങളുടെ മിനുക്കുപണിയിലാണ്. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റസൽ. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ CDS വാർഷികാഘോഷം അരങ്ങ് 2024 എന്ന പേരിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ PS സുരഭി, CDS വൈസ് ചെയർപേഴ്സൺ PK പ്രമീള, സെക്രട്ടറി NR ഗീത തുടങ്ങിയവരും സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരിന്തൽമണ്ണ നഗരസഭ LSS USS വിജയികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ P. ഷാജി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ N. നസീറ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നും വിജയിച്ച 60-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുമോദന സദസ്സിൽ പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി മിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇന്ത്യൻ റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും ഇൻഷുറൻസ് വിതരണവും ശ്രീകൃഷ്ണപുരം മീഡിയ സെന്ററിൽ വെച്ച് നടന്നു. IRMU താലൂക്ക് പ്രസിഡന്റ് വിജയൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സമീപത്തെ ഗവൺമെന്റ് സ്കൂളുകളിലെ ഈ വർഷത്തെ LSS, USS വിജയികളെ അനുമോദിക്കാൻ തീരുമാനിച്ചു. IRMU മേഖലാ പ്രസിഡന്റ് രജേഷ് കടമ്പഴിപ്പുറം അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ രാജീവ് ശ്രീചിത്ര, മേഖലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ മോഹനവാര്യർ, ജോയിന്റ് സെക്രട്ടറിമാരായ നിമ്യ ചന്ദ്രൻ, രാജീവ് മാടമ്പി, രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിൽ MET അക്കാദമി നടത്തിയ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഉന്നത വിജയം നേടിയ പഠിതാക്കൾക്ക് മഞ്ചേരിയിലുള്ള അക്കാദമി ഹാളിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ മെറ്റ അക്കാദമി പ്രിൻസിപ്പൽ വീരാൻ TK അധ്യക്ഷത വഹിച്ചു. ഫാറൂഖ് കോളേജ് മുൻ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഡിപ്ലോമകൾ വിതരണം ചെയ്തു. നാജിയ K, ഇസ്മായിൽ മാടാല, അബ്ദുസലാം P, സാലിമ അത്തിമണ്ണിൽ, അനീഷ M, സമീറ KT, സുധർമ്മ P എന്നിവർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ഷെരീഫ് മാസ്റ്റർ, ഷാഫി മാസ്റ്റർ, ഗ്രൂപ്പ് ലീഡർ ഇസ്മായിൽ, കോർഡിനേറ്റർ സുധർമ്മ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ആവുകയാണ് ചെർപ്പളശ്ശേരിയിലെ ലുമിനസ് ബ്യൂട്ടി പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ. ചെർപ്പളശ്ശേരിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി മേക്കപ്പ് സ്റ്റുഡിയോ കൂടിയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എതിർവശമുള്ള ലുമിനസ്. ലേഡീസിനു മാത്രമല്ല ജെൻസിനുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളും ലുമിനസിൽ ലഭ്യമാണ്. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ ദി കംപ്ലീറ്റ് സൊല്യൂഷനുമായാണ് ലുമിനോസ് ബ്യൂട്ടി പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സൗന്ദര്യ പരിചരണ രംഗത്ത് ചെർപ്പളശ്ശേരിയിൽ ഇതാദ്യമായാണ് അത്യാധുനിക സൗകര്യങ്ങളുമായുള്ള ഒരു പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ എന്ന പ്രത്യേകതയും ലുമിനോസിനുണ്ട്. പെർമനന്റ് മേക്കപ്പ് ട്രീറ്റ്മെന്റുകളായ BB ഗ്ലോ ട്രീറ്റ്മെന്റ്, CC ഗ്ലോ ട്രീറ്റ്മെന്റ്, ഓക്സിജിനിയോ ഫേഷ്യൽ ട്രീറ്റ്മെന്റ്, ഡാർക്ക് ലിപ് കറക്ഷൻ, ലിപ് ന്യൂട്രലൈസേഷൻ, ലിപ് കൗണ്ടറിംഗ്, ലിപ് ലൈനർ, ബ്യൂട്ടി സ്പോസ്, പെർമനന്റ് ഐലൈനർ, മെസോതെറാപ്പി ഫോർ ഫേസ്, ഐലാഷ് എക്സ്റ്റൻഷൻ, ലാഷ് ലിഫ്റ്റ് ആൻഡ് ലിഞ്ച്, പെർമനന്റ് ഐബ്രോ ട്രീറ്റ്മെന്റ്, ഹൈഡ്രാ ഫേഷ്യൽ, മോൾ റിമൂവിംഗ്, പെർമനന്റ് ചീക്ക് ബ്ലഷ്, കെമിക്കൽ പീലിംഗ്, nail extension, nail art, scalp pigmentation, pain relieving hand and foot massage, Korean glass skin treatment, dermaplaning, tattoos permanently, camouflage stretch marks എന്നീ ട്രീറ്റ്മെന്റുകൾ ലുമിനോസ് നൽകുന്നു. ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ലേഡീസിന് മാത്രമല്ല ജെൻസിനും ലുമിനോസിൽ ലഭ്യമാണ്. കൂടാതെ ലേഡീസിന് മാത്രമായി ത്രെഡിംഗ്, ഫേഷ്യൽസ്, ക്ലീനപ്പ്, ബ്ലീച്ചിംഗ്, ബോഡി പോളിഷിംഗ്, ഹെയർ കട്ടിംഗ്, വാക്സിംഗ്, ഹെയർ എക്സ്റ്റൻഷൻ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ് ട്രീറ്റ്മെന്റ്, സ്ട്രൈറ്റനിംഗ് ആൻഡ് സ്മൂത്തനിംഗ്, ഹോട്ട് ഓയിൽ മസാജ്, ഹെയർ സ്പാ, ഹെഡ് മസാജ്, ഹെയർ കട്ടിംഗ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, ഹെയർ ഗ്ലോ ട്രീറ്റ്മെന്റ് തുടങ്ങിയ എല്ലാ സലൂൺ സർവീസും ലുമിനോസ് നൽകുന്നു. ബ്രൈഡൽ മേക്കപ്പ്, എൻഗേജ്മെന്റ് മേക്കപ്പ്, പാർട്ടി മേക്കപ്പ് എന്നിവയും പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ നേതൃത്വത്തിൽ ലുമിനോസിൽ ചെയ്തു നൽകുന്നു. ഏറ്റവും ബ്രാൻഡഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളും നൂതന ടെക്നോളജിയുമാണ് ലുമിനോസിലുള്ളത്. ചെർപ്പളശ്ശേരിയിൽ ഇതുപോലൊരു പാർലർ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴാണ് നമ്മൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി എനിക്ക് മേക്കപ്പിന് ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു ആദ്യമൊക്കെ. ഞാൻ ഫിലിമൊക്കെ ചെയ്തതാണ്, ഷോർട്ട് മൂവിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും എനിക്കതിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം. നല്ല സർവീസ്, നല്ല സ്റ്റാഫ്. അപ്പോൾ എല്ലാവരും
നമ്മുടെ ചെറുപ്പശ്ശേരി ലുമിനോസ് ബ്യൂട്ടി പാർലറിൽ വരണമെന്ന് ഞാൻ പറയണു. ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെയർ ആണെങ്കിലും ഫേഷ്യൽ ആണെങ്കിലും എല്ലാം നല്ല മാറ്റമുണ്ട്. സൗന്ദര്യ പരിചരണത്തിനും മേക്കപ്പിനും ഇന്ന് ചെറുപ്പശ്ശേരിയിലെ ബ്യൂട്ടി സ്പോട്ട് ആണ് ലുമിനോസ് ബ്യൂട്ടി പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മഴ വരുന്നു. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട്. ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത. കാട്ടാനപ്പേടിയിൽ കല്ലടിക്കോട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വനപാലക സംഘം എത്തി കാടുകയറ്റി. വീടുകൾക്ക് മുന്നിൽ വരെ കാട്ടാന എത്തിയെന്ന് നാട്ടുകാർ. വനപാലകർ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. പെരിന്തൽമണ്ണ പൊന്നിയാക്കുറിശ്ശിയിലെ യുവാവിന്റെ മരണം. അറസ്റ്റിലായ സുഹൃത്തുക്കൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ്. കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് സമർത്ഥമായ അന്വേഷണം. കുറ്റപ്പാലത്ത് അമൃത് പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ ജൂൺ 1 മുമ്പായി പൂർണ്ണസ്ഥിതിയിലാക്കും. തീരുമാനം നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ. അല്ലാത്തപക്ഷം നഗരസഭ പണം നൽകില്ല. പട്ടാമ്പി, തൃത്താല, കൂടല്ലൂരിൽ CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും ഉൾപ്പെടുന്ന 40 കുടുംബങ്ങൾ പാർട്ടി വിട്ട് CPIയിലേക്ക്. ലോക്കൽ കമ്മിറ്റിയുടെ സങ്കുചിത താൽപ്പര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.